ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജാസ് സൈനുദ്ദീൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ. ഒരു 7 മന്തിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. വേറെ ഒന്നും അല്ല, വീഡിയോ എടുക്കാൻ നമുക്ക് ടൈം കിട്ടിയില്ല, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന വ്ളോഗേഴ്സിനും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നവർക്കും ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്കുമായിട്ടുള്ള ഒരു വയർലെസ് മൈക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നും ഞാൻ വാങ്ങിച്ച ഒരു മൈക്കാണത്. 1999 രൂപ റേറ്റ് ഉള്ളതാണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 65% ഡിസ്കൗണ്ട് ഉണ്ട്. പോയിട്ട് ഒരു 805 രൂപ ആയൊരു പ്രോഡക്റ്റാണ്. ഇതാണ് പ്രോഡക്റ്റ്. ഫ്രീ ഡെലിവറിയാണ്. ഞാനത് നേരത്തെ പൊട്ടിച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇത് ഒരു 7 ഡേക്ക് ശേഷമാണ് നമുക്ക് കൈകളിൽ എത്തിയത്. എനിക്ക് ഇന്ന് കിട്ടിയതേ ഉള്ളൂ. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് K8 വയർലെസ് മൈക്രോഫോണാണ്. ഇത് വന്ന് 20 മീറ്റർ വരെ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടും. 20 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് കട്ടാവുന്നതാണ്. അതേപോലെ തന്നെ C പോർട്ടാണ്. C പോർട്ട് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റും, അല്ലാത്ത ഫോണിൽ യൂസ് ചെയ്യാം. കണക്ടർ യൂസ് ചെയ്താണ് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് സംഭവം. ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ ഒരു ഡിവൈസ് ഉണ്ട്. ഇതാണ് ഡിവൈസ്. ഇത് മൊബൈലിൻ്റെ അങ്ങോട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതാണ് മൈക്ക്. ഇതൊരു സ്വിച്ച് ഉണ്ട്. ഇത് നെക്കുമ്പോഴത്തേന് ഒരു റെഡ് കളറും ഒരു പച്ച കളറും ഇതാവും. ഇത് മൊബൈൽ കുത്തി കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക് പെയറിംഗ് ആണ് ചെയ്യുന്നത്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട് ഇത് സാധനം. അതേപോലെ ഒരു ചാർജറുണ്ട് സംഭവം ഇതിനകത്ത്. പൊട്ടിക്കുമ്പോൾ ഇതിനകത്തൊരു ചാർജർ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ചാർജർ. ഒരു 5 മണിക്കൂർ ഇത് കുത്തിയിട്ട് കഴിഞ്ഞാൽ 2 മണിക്കൂർ നമുക്ക് യൂസ് ചെയ്യാം. ഇത് കുത്തുന്ന സമയത്താണെങ്കിൽ ഇതിനകത്തൊരു റെഡ് കളർ ഇൻഡിക്കേറ്റർ കത്തിക്കിടക്കും. ഇൻഡിക്കേറ്റർ കത്തിക്കിടന്നിട്ട് ഫുള്ളാകുമ്പം ഇത് കത്താതിരിക്കും. ഇത് ചൈനയാണ്, എന്നാലും കുഴപ്പമില്ല, ക്വാളിറ്റി സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് K8 വയർലെസ് മൈക്രോഫോൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇത് കുത്തിയിട്ട് ഫോണിൽ യൂസ് ചെയ്ത് കാണിക്കാം എങ്ങനെയുണ്ട് ഇപ്പോഴുള്ള സൗണ്ട്. ഇതിപ്പം എൻ്റെ ഫോണിലെ മൈക്കിൽ നിന്നുള്ള വോയിസ് ആണ്. ഇത് കുത്തി കണക്ട് ചെയ്തിട്ടുള്ള വോയിസ് ഞാൻ കേൾപ്പിക്കാം. ഇത് രണ്ടിലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കാൻ കഴിയും. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ട് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. ഡിവൈസ് എൻ്റെ മൊബൈലിൽ കുത്തിയതിന് ശേഷം മൈക്കാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, അതേപോലെ ഇവിടെ ഒരു സ്വിച്ചും ഉണ്ട്. ഈ ക്ലിപ്പ് ഞാനിങ്ങനെ ഷട്ടിലോ ഹോൾഡറിലോ എവിടെ വേണം കുത്തി വയ്ക്കാം. കുത്തി വെച്ചിട്ട് ആണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ നേരത്തെ നിങ്ങൾ കേട്ടത് എൻ്റെ മൊബൈലിൽ നിന്നുള്ള മൈക്കിൽ നിന്നുള്ളൊരു വോയിസ് ആണ്. ഇപ്പം ഈ മൈക്കിൽ നിന്നുള്ള ഒരു സൗണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇത് എത്രമാത്രം സൗണ്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ തന്നെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എൻ്റെ ഫോണിൽ നിന്നാണ് മൈക്കിലുള്ള വോയിസ് വഴി ഞാൻ ചാനലിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. വോയിസിനൊക്കെ ക്ലാരിറ്റി അത്ര പോരായിരുന്നു. അതേപോലെ പുറത്തുള്ള നോയ്സൊക്കെ പിടിച്ചെടുക്കുമായിരുന്നു. അതിനുശേഷം ഞാനൊരു വള്ളി ടൈപ്പ് മൈക്ക് വാങ്ങിച്ചു. അതൊരു പറവറപ്പ് പോലെ ഒരു സൗണ്ടായിരുന്നു അനുഭവപ്പെട്ടത്. നമ്മൾ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ റോഡ് പോലുള്ള വയർലെസ് മൈക്ക് മേടിക്കാനുള്ള ആസ്തി നമ്മുടെ കയ്യിലില്ല. അത് വന്നിട്ട് ഒരു 25 എബോക്ക് മുകളിൽ റേറ്റ് വരുന്നതാണ്. ഇതാകുമ്പോൾ 805 രൂപയ്ക്കകത്ത് നമുക്ക് നല്ലൊരു അടിപൊളി വയർലെസ് മൈക്ക് ലഭിക്കുന്നതാണ്. ഇത് 20 മീറ്റർ വരെ നല്ല അടിപൊളി വോയിസ് കിട്ടും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒരു 20 മീറ്ററിനകത്ത് വരെ ഞാൻ നിങ്ങൾക്ക് വോയിസ് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫോണുമായിട്ട് 1 മീറ്റർ വരെ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരു 2 മീറ്റർ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ അങ്ങനെ പോകുമ്പോൾ ഒരു 3 മീറ്റർ 5 മീറ്റർ അങ്ങോട്ട് അടുത്തായിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 10 മീറ്റർ വരെ ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇത് ഡയറക്റ്റ് നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ മാത്രമേ വോയിസ് കറക്റ്റായിട്ട് കിട്ടൂ. കട്ടായി പോകുന്നതായിരിക്കും. എന്തെങ്കിലും മറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കട്ടാവുന്നതാണ്. ഇത് ഡയറക്റ്റ് നേർക്ക് കാണാൻ പറ്റുമെങ്കിൽ മാത്രമേ വോയിസ് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 15-20 മീറ്ററോളം ഞാൻ ആയിട്ടുണ്ട്. ഇപ്പോൾ വോയിസ് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാവാൻ കഴിയും. അതാണ് ഈ മൈക്കുമായിട്ടുള്ളൊരു സൗണ്ട് വ്യത്യാസം. ഫോണിലെയും അതേപോലെ വയർലെസ് മൈക്കുമായിട്ടുള്ളൊരു സൗണ്ട് ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കണ്ട് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ്
നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. ഇനി എൻ്റെ വീഡിയോസ് മുഴുവനും ഈ വയർലെസ് മൈക്ക് ഉപയോഗിച്ചാണ്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതുവരേക്കും ബായ്.